നിബിൻ, ഈ ഓഡിയോ ആധികാരികമല്ല എന്നുള്ളതാണ് ശരത് പ്രസാദിന്റെ ആദ്യവാദം. ഈ ഓഡിയോ വന്ന സമയത്ത് തന്നെ ഇത് മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഏറ്റവും ആദ്യം ഇത് തൻ്റെ ഓഡിയോ ആണെന്നും അതിനൊരു 5 വർഷക്കാലം പഴക്കമുണ്ട് എന്നും സമ്മതിച്ചത് ശരത് പ്രസാദ് തന്നെയാണ്. അതിനുശേഷം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇത് 5 വർഷം പഴക്കമുള്ളതാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പിന്നീടാണ് ഇപ്പോൾ 1 മണിക്കൂർ മുമ്പ്, ഇപ്പോൾ 2 മണിക്കൂറിനടുത്തായി തോന്നുന്നു, അദ്ദേഹം പോസ്റ്റ് തിരുത്തി പുതിയൊരു ഇതെൻ്റെ അല്ല, ഇതിൻ്റെ ആധികാരികത പരിശോധിക്കണമെന്ന് പറയുന്നു. ഇതിന്റെ പ്രഹരശേഷി സ്വാഭാവികമായും അങ്ങനെ പറയാൻ നിർബന്ധിതമാക്കുന്നതായിരിക്കും. നിബിൻ, ഈ ഓഡിയോ പുറത്തു വരാനുള്ള സാഹചര്യം, ഇത് പുറത്തറിയേണ്ടതാണ് എന്ന് നിബിൻ ചിന്തിക്കാനുള്ള സാഹചര്യം എന്താണ്? അല്ല, ഇത് നിബിൻ ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് നിബിൻ പുറത്തുവിട്ട ഓഡിയോ സന്ദേശം പോലെയാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഇത് നിബിൻ പുറത്തുവിട്ടിട്ടുള്ള ഓഡിയോ സന്ദേശമല്ല, മറിച്ച് ഇത് എവിടെ നിന്ന് കിട്ടി? ഞാൻ എന്നോട് ചോദിച്ച മാധ്യമപ്രവർത്തകരോടൊക്കെ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾക്ക് ഈ ഓഡിയോ സന്ദേശം എവിടെ നിന്ന് ലഭിച്ചു, ആര് തന്നു എന്നുള്ളതാണ്. കാരണം ഇത് ഞങ്ങളുടെ സംഭാഷണ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള നിരവധിയായിട്ടുള്ള ഘട്ടങ്ങളിൽ സംസാരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ഓഡിയോ പുറത്തു വന്നത് എങ്ങനെയാണെന്ന് എനിക്കും സംശയമുണ്ട്. പക്ഷേ ഈ ഓഡിയോയുടെ ഉദ്ദേശശുദ്ധി, അതായത് ഓഡിയോ സത്യസന്ധമാണോ വ്യാജമാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഓഡിയോ തീർത്തും സത്യസന്ധമാണ്. അപ്പുറത്തുള്ള കേൾവിക്കാരൻ, ശ്രോതാവ് എന്നുള്ളത് ഞാൻ തന്നെയാണ് എന്ന് ഞാൻ വെളിപ്പെടുത്തി. അപ്പുറത്ത് എന്നോട് സംസാരിച്ചിരുന്ന ആളുടെ പേര് ശരത് പ്രസാദ് എന്നുള്ളതും തന്നെയാണ്. നിബിൻ, ഈ സംഭാഷണം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ അവിടെ ഉണ്ടായിരുന്നത്? അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എവിടെ നിന്ന് എപ്പോൾ ലഭിച്ചു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള തെളിവില്ല. കാരണം ഞങ്ങൾ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് പല ആളുകളുടെ ഇടയിലും വെച്ചും ഇത്തരത്തിലുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഒപ്പം തന്നെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ഈ സഖാവ് സമാനമായ രീതിയിൽ മുമ്പും ഇതുപോലെ പലരോടും സംസാരിച്ചായിട്ട് എനിക്കറിയാം. ഇതിപ്പോൾ എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ അതിൽ സംസാരിക്കുന്നതിൽ ശ്രോതാവിൻ്റെ ശബ്ദം അല്ലെങ്കിൽ മറ്റ് കേൾവിക്കാരൻ എന്നുള്ളത് ഞാൻ തന്നെയാണ്, സംസാരിക്കുന്നത് ശരത്ത് തന്നെയാണ് എന്നുള്ളത് കൃത്യമാണ്. ഈ പെർട്ടിക്കുലർ ഓഡിയോ അത് എപ്പോൾ എവിടെ വെച്ച് എന്നത് നിബിനും സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് നിരവധിയായ തവണ ഈ സഖാവ് ശരത് പ്രസാദ് നിരവധിയായ തവണ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ആദ്യമായിട്ട് പറയുന്ന വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എവിടെ വെച്ച് എപ്പോൾ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ശരത്ത് തന്നെ പറഞ്ഞല്ലോ 5 വർഷമായിട്ടുണ്ട്. ഞാൻ പറയുന്ന ഒരു 1-1.5 വർഷക്കാലത്തെ പഴക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഈ ഓഡിയോ ഉന്നയിക്കപ്പെടുന്നത് എന്തിനെക്കുറിച്ചാണെന്നുള്ളതാണ് ചോദ്യം. ഓഡിയോയുടെ കാലപ്പഴക്കമോ അല്ലെങ്കിൽ ഓഡിയോ ആരുടെ എന്നുള്ളതല്ലോ. ശരത് പ്രസാദ് ആദ്യം സമ്മതിച്ചത് എന്താ, ഇത് എൻ്റെ ഓഡിയോ ആണ്, ഇത് 5 വർഷക്കാലം പഴക്കമുള്ളതാണ്. അതേ ആൾ കുറച്ച് നേരങ്ങൾക്ക് ശേഷം പറയാണ് ഇത് എൻ്റെ അല്ല, ഇതിൻ്റെ ആധികാരികത പരിശോധിക്കണം. ഇത് കാണുന്ന കേരളത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരും എന്താണ് വിചാരിക്കേണ്ടത്? ഞാൻ പറയുന്നത് എൻ്റെ ഓഡിയോ ആണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓഡിയോ ആണ് എന്ന് പറയാനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ചുള്ള പേടി കൊണ്ടായിരിക്കും. ഒരു പക്ഷേ ഇത്തരത്തിലൊരു ഓഡിയോ പുറത്തു വന്നു, ഇത് കേരളക്കര ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്നു. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോയാൽ തങ്ങളുടെ അധികാരത്തിന് തന്നെ പ്രശ്നമായിരിക്കാം എന്നുള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതൊന്ന് പിന്മാറാനുള്ള സാഹചര്യം. അപ്പോഴും നിബിൻ ഉറച്ചു നിൽക്കുന്നു, ഈ ഓഡിയോ നിങ്ങൾ തമ്മിൽ സംസാരിച്ചതാണ്. നിബിൻ പറഞ്ഞില്ല ഈ സമയത്ത് ആരൊക്കെയാണ് ഒപ്പം ഉണ്ടായിരുന്നത് എന്നുള്ളത് പറഞ്ഞില്ല. ശരി, അത് നിബിൻ്റെ താല്പര്യം. അത് ഓഡിയോ നിബിൻ്റേതും ശരത് പ്രസാദിൻ്റേതുമാണ്, ഇത് നിങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണ് എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് എവിടെ നിന്ന് വന്നതാണെന്ന് പക്ഷേ നിബിൻ അറിയില്ല. അറിയില്ല. ശരി, നിബിനെതിരെ പാർട്ടി നടപടി ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഞങ്ങൾ തമ്മിലുള്ള സംസാരം തന്നെയാണ്. ഓക്കെ, നിബിനെതിരെ പാർട്ടി നടപടി ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇന്നലെ ഉണ്ടായി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നലെ ഉണ്ടായി എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ കാലത്ത് ദേശാഭിമാനി പത്രത്തിൽ വന്നിട്ടുള്ള വലതുപക്ഷത്തിൻ്റെ കോടാലിക്കൈകളെ പുറത്താക്കി എന്ന് പറയുന്ന ഒരു ന്യൂസ് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാണ്ട് ആധികാരികമായിട്ട് CPIM നിന്നും നിബിനെ പുറത്താക്കി എന്ന് പറയുന്ന യാതൊരു രേഖകളോ മറ്റു കാര്യങ്ങളും എനിക്ക് ലഭിച്ചിട്ടില്ല. നിബിൻ അങ്ങനെ ഒരു കോടാലിക്കൈ ആയിരുന്നോ? ഈ സത്യം പറയുന്ന എല്ലാവരും കോടാലിക്കൈകളാണെങ്കിൽ ഈ എല്ലാവരും ഈ സത്യം പറയുന്ന അനീതിക്കെതിരെ വിരൽ ചൂണ്ടുന്ന മുഴുവൻ ആളുകളും കോടാലിക്കൈകളായിട്ട് ചിത്രീകരിക്കുക എന്നുള്ള സ്ഥിരം ഭാഷ്യത്തിലേക്ക് ഇതിനെയും മാറ്റുന്നു എന്നുള്ളത് വേണം നമുക്ക് കരുതാൻ.
അല്ലേ? അല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എൻ്റെ പാർട്ടിക്കകത്ത് CPM-നകത്ത് നിരവധിയായ തവണ ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ, ആ ഉയർത്തിയ വിഷയങ്ങൾ എല്ലാ ഘട്ടത്തിലും എല്ലാ ഘടകങ്ങളിലും ഞാൻ സംസാരിച്ച കാര്യങ്ങൾ, ഏറ്റവും ഒടുവിൽ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MP ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ ഞാൻ കത്ത് കൊടുക്കുന്നു. ഈ സഹകരണ സ്ഥാപനങ്ങളെല്ലാം എണ്ണി അക്കമിട്ടുകൊണ്ട് ഇന്ന പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ അതിലൊന്നും യാതൊരു തരത്തിൽ നടപടികൾ ഇല്ലാതാകുമ്പോഴാണ് വാർത്താ സമ്മേളനം വിളിച്ചു തന്നെ വ്യക്തമാക്കുന്നു. ഇത് നോക്കൂ, പാർട്ടി ഒന്നാകെ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കെതിരെ വരുന്ന ആരോപണങ്ങളെ ചെറുക്കാൻ നിൽക്കുമ്പോൾ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിനുള്ളിൽ നിന്നൊരാൾ അത്തരത്തിൽ ഒരു ചുവടുവയ്പ് നടത്തുമ്പോൾ അത് ഒരു റിബൽ മൂവ്മെന്റ് ആണ് എന്ന നിലയിൽ തന്നെയായിരിക്കും പാർട്ടി കാണുന്നത്. അങ്ങനെ ഒരു മൂവ്മെന്റ് നടത്താനുള്ള, തുറന്നു പറയാനുള്ള, പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം എവിടെ നിന്നാണ്? അത് ഏത് ഘട്ടത്തിലാണ് നിബിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇത് സാധാരണഗതിയിൽ ഇപ്പോൾ CPM-നകത്ത്, CPM-ൻ്റെ ചട്ടക്കൂടിനകത്ത്, പാർട്ടി ലോക്കൽ കമ്മിറ്റിക്കകത്ത്, പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്ത്, പാർട്ടി ജില്ലാ കമ്മിറ്റിക്കകത്ത്, പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഉൾപ്പെടെ ഘടകങ്ങൾക്കകത്ത് സംസാരിക്കുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള, മുമ്പ് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള, DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള, DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു പ്രവർത്തകൻ എന്തുകൊണ്ട് പരസ്യ പ്രസ്താവനയിലേക്ക് കടക്കുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടത് CPM-ആണ്. കാരണം ഞങ്ങൾ പറയുന്ന വേദികളിലൊന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കാതാകുമ്പോഴാണ് ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക്, ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനകളിലേക്ക് ഞങ്ങൾ കടക്കുന്നത്. തീർച്ചയായും ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഹോമിക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ ആത്മാനുഭൂതി ചെയ്യുന്നതിൻ്റെ തുല്യമാണ് ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവന എന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിച്ചത്. ശരി നിബിൻ, കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് 1-2 ചോദ്യങ്ങൾ കൂടി ചോദിക്കുകയാണ്. ഈ ഓഡിയോയിൽ ശരത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് നിബിന്റെ ബോധ്യം എന്താണ്? MK കണ്ണനെ കുറിച്ച്, AC മൊയ്തീനെ കുറിച്ച്, പാർട്ടിയുടെ SFIയുടെ മുതൽ ഇങ്ങോട്ടുള്ള ഭാരവാഹികൾക്ക് കിട്ടുന്ന പിരിവിന്റെ പങ്കിനെ കുറിച്ചൊക്കെ ശരത്ത് പറഞ്ഞതിനെ കുറിച്ച് നിബിൻ എന്താണ് പറയാനുള്ളത്? നിബിൻ പാർട്ടിയുടെ ഘടകമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ശരത്ത് ഇപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ സംസാരിച്ചത് എനിക്കറിയില്ല. പക്ഷേ ഞാനും SFIയുടെ ഏരിയ സെക്രട്ടറിയും SFIയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ പിരിക്കുന്ന കാലഘട്ടത്തിലൊന്നും അങ്ങനെ പിരിവ് ഞങ്ങൾ എടുക്കുന്നു എന്ന സംവിധാനം ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ല. അങ്ങനെ കൃത്യമായിട്ട് അളവിൽ കൂടുതൽ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പണം പിരിക്കുക, നാട്ടിലെ പണം പിരിച്ച് കൈക്കലാക്കുന്ന, കീശയിൽ വയ്ക്കുന്ന ആളുകളല്ലായിരുന്നു SFIക്കാർ. അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് അങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല, അങ്ങനെയാണെന്ന് ഞാൻ പ്രസ്താവിക്കുന്നില്ല. പക്ഷേ ശരത്ത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളത് ശരത് പ്രസാദാണ് വ്യക്തമാക്കേണ്ടത്. വിളിച്ചുകൊണ്ടിരുന്ന ആളാണ്, നിങ്ങൾ രണ്ടുപേരും പാർട്ടി ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഒരാൾ അത് പറയുമ്പോ നിബിനെ അങ്ങനെ അല്ലല്ലോ, നീ എന്താടാ ഈ പറയുന്നത് എന്നൊരു ചോദ്യം പോലും ഉണ്ടാവുന്നില്ലല്ലോ. അല്ല, അങ്ങനെ ഒരു ചോദ്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ എൻ്റെ ബൈറ്റ് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്, ഉദ്ദേശം ഒരു 1.5 മാസം മുമ്പ് ഞാൻ പരസ്യമായിട്ട് ഫേസ്ബുക്കിലൂടെ, എൻ്റെ ഫേസ്ബുക്ക് നോക്കി, അങ്ങനെയല്ല നിബിനെ ഞാൻ ചോദിച്ചത്. നിബിൻ, ഞാൻ ചോദിച്ചത് അങ്ങേക്ക് മനസ്സിലായില്ല. ഞാൻ പറയുന്നത് ഇപ്പൊ ശരത്ത് നിബിന്റെ അടുത്തിരുന്ന് ഇങ്ങനെ പറയാണ്, SFIക്കാർക്ക്, ജില്ലാ കമ്മിറ്റിക്ക് മുകളിൽ പോയ പാർട്ടിക്കാർക്ക് സാമ്പത്തിക പ്രശ്നമില്ല, അവരുടെ റേഞ്ച് മാറുകയാണ്, MK കണ്ണൻ ഇങ്ങനെയാണ്, AC മൊയ്തീൻ ഇങ്ങനെയാണ്, നമുക്ക് പിരിവിന്റെ പങ്ക് ഇത്രയാണ് കിട്ടുന്നതെന്ന് പറയുമ്പോൾ നിബിൻ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകനാണ്, നേതാവാണ്. അന്ന് നിബിന്റെ ഭാഗത്തു നിന്ന് എതിർപ്പൊന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, എതിർപ്പല്ല, ഞാൻ പറഞ്ഞല്ലോ, ശരത്ത് പറയുന്നത് കേട്ടിരിക്കുകയാണ് ഞാൻ. ശരത്ത് പറയുന്നത് ആരെക്കുറിച്ച്? ശരത്ത് ആരാ? ശരത്ത് എന്നേക്കാൾ ഗൗരവമേറിയ സ്ഥാനത്തിരിക്കുന്ന, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരിക്കുന്ന വ്യക്തി, ഞാൻ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറായിട്ടിരിക്കുന്ന വ്യക്തി. എങ്ങനെയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറായ വ്യക്തി പാർട്ടി ജില്ലക്കകത്തെ, പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കകത്തെ ആളുകളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? ശരത്ത് പറയുന്നത് 5 വർഷം മുമ്പാണെന്നുള്ളതാണല്ലോ. അത് ശരത്ത് പറയുന്നതല്ലേ? ശരത്ത് പറയുന്നതാണ് 5 വർഷം മുമ്പാണ്. ഞാൻ പറഞ്ഞൊരു 1.5 വർഷക്കാലത്തെ പഴക്കാണ് ഇതിനുള്ളതെന്നുള്ള ഞാൻ പറഞ്ഞിട്ടുള്ളത്. അന്ന് ശരത്ത് DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. പാർട്ടിയുടെ നേതാക്കളെ, ഉയർന്ന നേതാക്കളെ അടക്കം മോശം പറയുന്ന സമയത്ത് അവരുടെയൊക്കെ സാമ്പത്തികാവസ്ഥ ഇതാണ്, ഇങ്ങനെയാണ് അവരുടെ സാമ്പത്തിക നടപടിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ നിബിന് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ലേ? ഞാൻ നിബിനെ അങ്ങനെ ചോദിക്കല്ലേ, ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ലേ? ക്ലാരിറ്റി ഞാൻ പറഞ്ഞല്ലോ, ശരത്ത് എന്നേക്കാൾ കൂടുതൽ ഈ ജില്ലക്കകത്ത്, സംസ്ഥാനത്തിനകത്ത് അറിയപ്പെടുന്ന നേതാവാണ്. കാരണം സഖാവ് ശരത് പ്രസാദ് SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു, SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, DYFIയുടെ ജില്ലാ
സെക്രട്ടറിയാണ് നിലവിൽ. അപ്പോൾ ഈ നമ്മുടെ സംസ്ഥാന ലീഡർഷിപ്പിനെയൊക്കെ വളരെ അടുത്തറിയുന്ന, ജില്ലാ ലീഡർഷിപ്പിനെയൊക്കെ വളരെ അടുത്തറിയുന്ന ഒരാൾ എന്ന രീതിയിലാണ് ശരത്ത് ഈ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കേൾക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ശരി, എനിക്ക് പറയാൻ ആധികാരികമായിട്ട് എന്താ പറയാൻ പറ്റുക? ശരി, അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു പാർട്ടി ഘടകങ്ങൾക്കെതിരെയോ ഒക്കെ തുറന്ന് സംസാരിക്കാന്ന് പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു ദൗത്യം എന്നുള്ളത്. ഞാൻ ഈ തിരിച്ചു ചോദിക്കുന്നത് നിബിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന് ശ്രീ നിബിൻ ശ്രീനിവാസനും ശരത് പ്രസാദും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തു വന്നത്. എത്ര പേർ ആ സംഭാഷണം നടന്ന സമയത്ത് ഇവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ നിബിൻ വ്യക്തത വരുത്താൻ തയ്യാറല്ല. 5 വർഷക്കാലം മുതൽ 1.5 വർഷക്കാലം മുമ്പ് വരെ പലയിടങ്ങളിൽ പല സ്ഥലത്ത് പല ആളുകളോട് ശരത് ഈ അഭിപ്രായ പ്രകടനം ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി അത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് നിബിൻ ശ്രീനിവാസൻ വ്യക്തമാക്കുന്നത്. ആ ഓഡിയോ എങ്ങനെയാണ് പുറത്തു വന്നത്, എൻ്റെ ഭാഗത്തു നിന്നല്ല, എങ്ങനെയാണ് പുറത്തു വന്നത് എന്നത് സംബന്ധിച്ച് എനിക്ക് അറിവില്ല എന്നത് കൂടി നിബിൻ ശ്രീനിവാസൻ പറയുന്നു.